ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനും മോളും കൂടെ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയം കാണാൻ പോവുകയാണ്. അത് ദുബായിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ കാണാൻ പോകുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. ഞങ്ങൾ മെട്രോയിലാണ് പോകുന്നത്. ദൂരെ കാണുന്നതാണ് കേട്ടോ മ്യൂസിയം. അതിൻ്റെ ഉള്ളിലോട്ട് ഇതുവരെ പോയിട്ടില്ല. അതിങ്ങനെ പുറമേ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ. രാത്രി കാണാനും നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ കയറാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. എന്താകുന്നു അവിടെ പോയതിന് ശേഷം പറയാം. അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ മെട്രോ ഇറങ്ങാൻ പറ്റും. സ്റ്റേഷനുണ്ട്. അവിടെ ഇറങ്ങിയതിന് ശേഷം ആണ് അതിൻ്റെ ഉള്ളിലോട്ട് പോകുന്നത്. അപ്പം ഏകദേശം അവിടെ എത്താനായിട്ടുണ്ട്. Why? നല്ല റഷായിരുന്നു. ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളിത് നേരെ എത്തുന്നത് ഇതിൻ്റെ മുകളിലോട്ടാണ്. ഇനി ഇവിടുന്ന് നമുക്ക് താഴോട്ട് ഇറങ്ങിയിട്ട് താഴെയാണ് ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാം. ഇവിടെ ലിഫ്റ്റൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ഫസ്റ്റ് ഫ്ലോർ മാത്രമല്ല സെക്കൻഡ് ഫ്ലോറും തേർഡ് ഫ്ലോറൊക്കെ ഉണ്ട് തോന്നുന്നു. കറക്റ്റ് മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും നല്ല റഷാണ് കേട്ടോ. ഒത്തിരി ആളുകളുണ്ട്. ഇതിൻ്റെ ഉള്ളിലും എന്താണ് കാണാനുള്ളതെന്നുള്ളത് കറക്റ്റ് അറിയില്ല കേട്ടോ. എന്തായാലും ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിലെത്തി. ടിക്കറ്റ് അന്വേഷിച്ചപ്പോൾ ഫുള്ളാണ്, കിട്ടാനേ ഇല്ല. നെക്സ്റ്റ് മന്ത് അതായത് പകുതി വരേക്കും ഉള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഒക്കെ സെറ്റായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല. ഒരാൾക്ക് വരുന്നത് 149 150 ദിറംസൊക്കെയാണ് വരുന്നത്. നമ്മുടെ സീസൺ അനുസരിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. ഇപ്പോൾ സീസൺ ടൈമാണ്. ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയൊക്കെ സമയത്താണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരാൻ സമയത്ത് ദേ വരുന്നൊരു ഫിഷ് ബലൂൺ. അപ്പോൾ അത് കുറേ നേരം കണ്ടു നിന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, ടാറ്റാ. Calico.